ഹായ് ഫ്രണ്ട്സ്, അവർക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ടീ ടൈം ബനാന കേക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടുള്ള ബെല്ലൈക്കൺ അമർത്തിയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ബനാന കേക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ബനാന കേക്കിനായി നമ്മൾ 1 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/2 ടീസ്പൂൺ സാൾട്ടും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഇതൊരു 3 തവണ അരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരികയുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് കേക്കിന് ആവശ്യമായ മുട്ട എടുക്കാം. ഇവിടെ ഞാൻ 3 മുട്ടയാണ് എടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. അതിനുശേഷം നമുക്കിത് സെപ്പറേറ്റ് ചെയ്യാം. എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് വെക്കാം. ഇവിടെ നമ്മൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് 1 കപ്പ് ഷുഗറാണ് എടുക്കുന്നത്. ഇതിൽ 1/2 കപ്പ് ഉപയോഗിച്ച് നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്നു. ആദ്യം നമുക്ക് നല്ല സ്ലോ സ്പീഡിൽ ഇത് ബീറ്റ് ചെയ്യാം. അതിനുശേഷം പതുക്കെ സ്പീഡ് കൂട്ടി ഇട്ട് കൊടുത്ത് കുറേശ്ശെ ഷുഗർ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ബീറ്റ് ചെയ്ത് നിർത്താം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എഗ് യോക്കിലേക്ക് 1/2 കപ്പ് ഓയിൽ ഒഴിക്കാം. ഇവിടെ നമുക്ക് ഓയിലിന് പകരം വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം. ഒരു 50 ഗ്രാം ബട്ടർ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഞാനിവിടെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ബാക്കി വന്നിരിക്കുന്ന 1/2 കപ്പ് ഷുഗർ പൗഡർ ഇതിലിടാം. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ബാക്കി വന്നിരിക്കുന്ന ഷുഗർ പൗഡർ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവാകുമ്പം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ വാനില എസൻസ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെ മാറി കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും 1 മിനിറ്റ് ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ബനാന നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 3 പാളയംകുടം പഴമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഇതൊന്നും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. മൊത്തത്തിൽ ചേർക്കല്ല, ഇത് കുറച്ച് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ബീറ്റ് ചെയ്തത് ഇതിൽ ചേർത്ത് കൊടുത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പഫ്നെസ് അതങ്ങ് നഷ്ടമായി പോകും.
നമ്മുടെ കേക്ക് ബാറ്റർ ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കൊരു ഗ്രീസ് ചെയ്തിരിക്കുന്ന ഒരു പാത്രത്തിലേക്ക്, നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കേക്ക് ടിന്നിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒരു റിബൺ സ്റ്റൈലായിരിക്കണം നമ്മുടെ ബാറ്റർ, എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിനുള്ളിലുള്ള എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. നേരത്തെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൺവെൻഷൻ ഓവനിലേക്ക് ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിരിക്കണത് ഒരു 150 ഡിഗ്രി 40 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. നമുക്ക് കേക്ക് തണുക്കാൻ വെക്കാം. തണുത്ത ശേഷം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് ഇപ്പം തണുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്ക് ടീ ടൈം ബനാന കേക്ക് ഒന്ന് കട്ട് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബനാന കേക്കാണത്. നല്ല സോഫ്റ്റാണ്. കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്കതറിയാൻ സാധിക്കും. വളരെ സ്പോഞ്ച് പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ഇറ്റ്സ് മീ മാത്യു സൈനിങ് ഔട്ട്.